അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമോചനത്തിന്റെ പ്രഖ്യാപനം കേട്ട പെൻഗ്വിനുകളൊന്നും ഞെട്ടി. മനുഷ്യർ തമ്മിലുള്ള വ്യാപാര സംബന്ധമായ കാര്യത്തിന് എന്തിനാണ് തങ്ങൾ തിരിവ് നൽകുന്നത്? ഇവിടുന്ന് തങ്ങൾ എന്ത് കയറ്റുമതി ചെയ്യാനാ? പറഞ്ഞു വരുന്നത് അന്റാർട്ടിക്കയ്ക്ക് അടുത്തുള്ള ജനവാസമില്ലാത്ത ഒരു കൂട്ടം ദ്വീപുകളെ കുറിച്ചാണ്. ട്രംപിന്റെ പകരച്ചുങ്ക പട്ടികയിൽ ഇടം പിടിച്ച അന്റാർട്ടിക്കയ്ക്ക് അടുത്തുള്ള ഹെയ്ഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപുകളും അമേരിക്കയുടെ തിരുവ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ള ദ്വീപുകളാണിവ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ മനുഷ്യർ കാലുകുത്തിയിട്ട് ആകെയുള്ളത് കുറച്ച് പെൻഗ്വിനുകളും പിന്നെ സീലുകളും കടൽപക്ഷികളുമാണ്. എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നല്ല ട്രോളുകൾ ഇതിനു പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട്. ഭൂമിയിലെ ഒരിടവും സുരക്ഷിതമല്ല എന്ന ടാഗോടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. കോട്ടും ടൈയും ഇട്ട പെൻഗ്വിനുകളുടെ പ്രതിഷേധ പ്രകടനവും പെൻഗ്വിനുകൾക്ക് വേണ്ടി ലോകത്തെമ്പാടുമുള്ള പക്ഷികളെല്ലാം ഒന്നിക്കുന്ന ചിത്രങ്ങളും മറ്റും ഏറെ ഷെയർ ചെയ്യപ്പെട്ടു. പെൻഗ്വിനുകൾക്കോ കടൽപക്ഷികൾക്കോ ഇപ്പോൾ നികുതി ചുമത്തുന്നുണ്ടോ എന്നും ചിലർ എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ ചോദിച്ചു. ഓസ്ട്രേലിയക്ക് 10% തിരിവ് ചുമത്തിയിരുന്നു. ഇതിന് പുറമെയാണ് ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ള ഈ പ്രദേശങ്ങളിലും പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ പ്രഥമ ശത്രുക്കളായ റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും പട്ടികയിൽ ഇടമില്ല. അത് എന്തെന്നായിരുന്നു അടുത്ത ചോദ്യം. ഇതിനോടകം ഈ രാജ്യങ്ങൾക്ക് കനത്ത ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാലാണത്രേ ഇരു രാജ്യങ്ങളെയും ഒഴിവാക്കിയത്. റഷ്യ ഒഴിവാക്കപ്പെട്ടെങ്കിലും യുക്രൈൻ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 60 രാജ്യങ്ങൾ ഉൾപ്പെടെ 180 പ്രദേശങ്ങളിലായിട്ടാണ് പകരച്ചുങ്കം ചുമത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും കാനഡയും മെക്സിക്കോയും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇരുവർക്കും നേരത്തെ തന്നെ 25% തിരിവ് ചുമത്തിയിട്ടുണ്ട്.